മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്ന് നമ്മോട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് കർത്താവിൻ്റെ പ്രിയദാസൻ ജെയിംസൺ തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ നമുക്ക് ശ്രവിക്കാം. ഉൽപ്പത്തി പുസ്തകം 40 അധ്യായത്തിലെ സംഭവങ്ങൾക്ക് ശേഷം 41 അധ്യായം ആരംഭിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 2 സംവത്സരം കഴിഞ്ഞ ശേഷം ഫറവോൻ ഒരു സ്വപ്നം കണ്ടത് എന്തെന്നാൽ, നീണ്ട 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സ്വർഗത്തിലെ ദൈവം ഫറവോനെ ഒരു സ്വപ്നം കാണിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ തിരുവെഴുത്ത് പഠിച്ചു നോക്കിയാൽ അനേക രാജാക്കന്മാരെ ദൈവം സന്ദർശിച്ചിട്ടുണ്ട്. അതിനൊക്കെ പിന്നിൽ ദൈവത്തിൻ്റെ വിവിധമായിട്ടുള്ള ഉദ്ദേശങ്ങളുടെ നിവർത്തീകരണം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ഭാഗത്തിലേക്ക് വരുമ്പോഴും തികച്ചും ദൈവത്തിൻ്റെ ചില പദ്ധതികളുടെ നിർവഹണത്തിനായിട്ടാണ് 41 അധ്യായം ആരംഭിക്കുമ്പോൾ ഫറവോനെ സ്വർഗത്തിലെ ദൈവം ഒരു സ്വപ്നം കൊണ്ട് സന്ദർശിക്കുന്നത് എന്നുള്ളത് കാണുവാൻ കഴിയുന്നു. അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 321 എപ്പിസോഡിലേക്ക് അങ്ങേക്ക് സ്വാഗതം. 2 സംവത്സരം കഴിഞ്ഞ ശേഷം ഫറവോൻ ഒരു സ്വപ്നം കണ്ടത് എന്തെന്നാൽ, ഇതിൻ്റെ പിന്നിലെ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ചാണ് വരുന്ന എപ്പിസോഡുകളിൽ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് നാം ചിന്തിക്കുന്നത് എന്താണ് അതിലൊന്നാമത്തെ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെ അവൻ്റെ കുറ്റം ഓർമ്മപ്പെടുത്തുവാനാണ് ദൈവം ഫറവോനെ ഒരു സ്വപ്നം കാണിച്ചത്. 40 അധ്യായത്തിൽ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും ഫറവോൻ്റെ അപ്പക്കാരുടെ പ്രമാണിയും യോസഫ് ബദ്ധനായി കിടന്ന ആ പ്രത്യേകമായ ആ സ്ഥലത്തേക്ക്, കാരാഗ്രഹത്തിലേക്ക് ദൈവം അയക്കുന്നത് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഈ 2 പേരും കണ്ട സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പക്കാരുടെ പ്രമാണി കൊല്ലപ്പെടുകയും തന്നെയുമല്ല, ഇവിടെ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി വീണ്ടും രാജസേവനത്തിനായി നിയോഗിക്കപ്പെടുകയും ചെയ്യുകയാണ്. എന്നാൽ അവിടെ ആ കാരാഗ്രഹത്തിൽ നിന്ന് പോകുമ്പോൾ സ്വപ്നം വ്യാഖ്യാനിച്ച യോസഫിനോട് നിന്നെ ഞാൻ മറക്കുകയില്ലെന്നും ദയ കാണിക്കുമെന്നും പറഞ്ഞിരുന്ന ആ മനുഷ്യൻ പിന്നീട് യോസഫിനെ മറക്കുന്ന ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കത് കാണുവാൻ കഴിയുന്നു. 40 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യോസഫ് ഈ പറയുന്ന പാനപാത്രവാഹകന്മാരുടെ വിടുതലിന് മുൻപ് അദ്ദേഹത്തോട് പറയുന്ന വാക്കുകളാണ്. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് എന്നെ ഈ വീട്ടിൽ നിന്നും വിടുവിക്കണമേ. താഴേക്ക് വരുമ്പോൾ 23 വാക്യം 40 അധ്യായത്തിൽ അവൻ ചെയ്തത് എന്താണ് എന്ന് കാണുവാൻ കഴിയുന്നു. കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ശേഷം ഈ പറയുന്ന മനുഷ്യൻ ചെയ്ത കാര്യം എന്താണ്? നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. നോക്കുക, എത്രമാത്രം വിഷമകരമായ ഒരു വിഷയമാണ് നമുക്കിവിടെ വെളിപ്പെടുന്നത്. അവൻ മറക്കുകയില്ല, ദയ കാണിക്കും എന്ന് പറഞ്ഞതിനനുസരിച്ച്, അല്ലെങ്കിൽ യോസഫിൻ്റെ ദയക്കനുസരിച്ച് പെരുമാറുമെന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഇവിടെ ഇതാ യോസഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞ ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മനുഷ്യൻ്റെ സ്വഭാവത്തെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക. എത്ര വേഗത്തിലാണ് വിശ്വാസികളിൽ അനേകരും തങ്ങൾക്ക് ലഭിച്ച നന്മകളും അല്ലെങ്കിൽ തങ്ങളുടെ സൗഹൃദങ്ങളും ആത്മീയമായിട്ടുള്ള അനുഭവങ്ങളുമൊക്കെ മറന്നു കളയുന്നത്. സ്വാർത്ഥമായ അനേക താല്പര്യങ്ങൾക്കു വേണ്ടി മറന്നു കളയുന്നവരുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അതിൽ അതിശയപ്പെടേണ്ട, ദൈവകൃപ കൊണ്ട് മാത്രമേ ഇതിനെ
നമുക്ക് മറികടക്കുവാൻ കഴിയുകയുള്ളൂ. മനുഷ്യൻ്റെ സ്വഭാവമെന്ന് പറയുന്നത് അവൻ പലപ്പോഴും കിട്ടിയ നന്മകളെ ഓർക്കാതെ മറന്നു കളയുന്ന അനുഭവമാണ് എന്ന് ഈ ഭാഗത്തിൽ നിന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങ് നിരാശയോടിരിക്കുന്നുവെങ്കിൽ, ദുഃഖത്തോടെ ഇരിക്കുന്നുവെങ്കിൽ, ചിലർ നിന്നെ മറന്നു കളഞ്ഞു എന്ന് നീ ഹൃദയത്തിൽ കരഞ്ഞുകൊണ്ട് ഓർക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, അത് അങ്ങയുടെ മാത്രം അനുഭവമല്ല. ഇവിടെ ഇതാ യോസഫിൻ്റെ അനുഭവത്തിൽ നിന്നും നമുക്കത് കാണുവാൻ കഴിയുകയാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം തീർച്ചയായിട്ടും വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ്. ദൈവം തൻ്റെ മക്കളെ, മനുഷ്യരെ മറന്നു കളയുന്ന ദൈവമല്ല. ഇവിടെ യോസഫിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുകയാണ്. 41 അധ്യായം ആരംഭിക്കുമ്പോൾ ഫറവോനെ ഒരു സ്വപ്നം കാണിക്കുകയും തുടർന്നുള്ള സമയങ്ങളിൽ യോസഫിനെ കാരാഗൃഹത്തിൽ നിന്ന് വരുത്തുന്ന കാര്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നു. 41 അധ്യായം 9 വാക്യത്തിൽ നമുക്ക് പാനപാത്രവാഹകനെ വീണ്ടും കാണുവാൻ കഴിയുകയാണ്. അപ്പോൾ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ഫറവോനോട് പറഞ്ഞത്, ഇന്ന് ഞാൻ എൻ്റെ കുറ്റമോർക്കുന്നു. ഇവിടെ വ്യക്തമായിട്ട് തൻ്റെ കുറ്റത്തെ ദൈവം ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് കാണുവാൻ സാധിക്കുക. ഫറവോൻ കണ്ട സ്വപ്നത്തിലൂടെ ഒന്നാമത്തെ ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഈ മനുഷ്യൻ മറന്നു കളഞ്ഞ് കാരാഗൃഹത്തിൽ തുടരുന്ന തൻ്റെ ഭക്തനായ ആ യോസഫിനെ തിരികെ കൊണ്ടുവരുവാൻ, അവൻ്റെ നീതിയെ വെളിപ്പെടുത്തുവാൻ, അവനെ ഉയർത്തുവാൻ ദൈവം ചിന്തിക്കുന്ന കാര്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക. പ്രിയപ്പെട്ടവരെ, കാലമേറെ കഴിഞ്ഞെങ്കിലും താൻ മറന്നുപോയി എന്ന സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് പാനപാത്രവാഹകന്മാരുടെ പ്രമാണി മാനസാന്തരപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതൊരു പാഠമാകണം. വിശ്വാസികളെ സംബന്ധിച്ച് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. മനുഷ്യരോട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ വരുന്ന ഏത് സംഭവവും അതിൻ്റെ ഓർമ്മപ്പെടുത്തലുകളായി കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ കർത്താവിനോട് വന്ന അവിശ്വസ്തത, മനുഷ്യരോട് വന്ന അവിശ്വസ്തത, ദൈവം നമ്മെ സന്ദർശിക്കുമ്പോൾ ഒഴിവ് കഴിവ് പറയാതെ എൻ്റെ കുറ്റത്തെ ഞാൻ ഓർക്കുന്നു, ഞാനത് സമ്മതിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ ശരിയായ പാന്താവിലേക്ക് തിരികെ വരാനായിട്ട് സാധിക്കണം. ജാതീയനായ ഈ മനുഷ്യൻ, ഈ പറയുന്ന ഈജിപ്തുകാരന് അത്രത്തോളം ഒരു ചിന്താഗതി ഉണ്ടായെങ്കിൽ ദൈവത്തെ അറിയുന്നുവെന്ന് പറയുന്ന വിശ്വാസികൾക്ക് എത്രയധികം അനുഭവങ്ങൾ മാനസാന്തരത്തോട് ബന്ധപ്പെട്ട് ജീവിതങ്ങളിൽ ഉണ്ടാകേണ്ടതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, അങ്ങ് തിരിച്ചു വരേണ്ടുന്ന ഏതെങ്കിലും കാര്യമുണ്ടോ? അങ്ങയുടെ ജീവിതത്തിൽ വിട്ടുകളയേണ്ടുന്ന ഏതെങ്കിലും കാര്യമുണ്ടോ? അങ്ങയുടെ ജീവിതത്തിൽ മാനസാന്തരത്തിലേക്ക് വഴി തുറക്കുന്ന വാക്കുകളായിട്ട് ഇത് മാറ്റപ്പെടട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്താം, സ്വർഗത്തിലെ ദൈവം അങ്ങയെ തിരിച്ചു വിളിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക്. ദൈവത്തോടുള്ള കൂട്ടായ്മ ഒരുവൻ അനുഭവിക്കണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു ശരിയായിട്ടുള്ള മാറ്റമുണ്ടാകണം. അവൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് ആ പാപപരിഹാരത്തിനായി കാൽവറിയുടെ ക്രൂശിൽ പ്രാണൻ നൽകിയ യേശുക്രിസ്തുവിനെ ദൈവവും കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിലേക്ക് വിളിക്കുമ്പോൾ ജീവിതം എന്ത് അനുഗ്രഹിക്കപ്പെട്ടതായി തീരുമെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വസ്തുതയാണ്. ഇവിടെ ഇതാ ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടുകയാണ്. അവൻ്റെ മാനസാന്തരത്തിലൂടെ യോസഫിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ മുൻപാകെ നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുവാൻ, മാനസാന്തരപ്പെടേണ്ടയിടത്ത് മാനസാന്തരപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ദൈവം അങ്ങയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.